പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് വിറക് വാങ്ങിയതാണ്. മഴക്കാലത്തേക്ക് അടുക്കി വയ്ക്കാൻ, മഴക്കാലത്ത് കത്തിക്കണ്ടേ, അപ്പോൾ ഇപ്പോൾ വാങ്ങി വെച്ചാലല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ. കുറച്ച് വിറക് വാങ്ങി വെട്ടി അടുക്കി വെക്കട്ടെ. മുഴുവൻ്റെ ആൾക്കാരാണ്, എവിടത്തെയോ ആൾക്കാരാണ് വാങ്ങി. മില്ല് വറവ് വേട്ട വാങ്ങി അവിടുത്തെ ആൾക്കാർ വറവ് വാങ്ങാൻ പോയപ്പോൾ കറിയും കൂടി തോരൻ കൊട്ടി അവിടുത്തെ ആൾക്കാർ 2 തൂക്ക് വറവിന് പൈസ വാങ്ങി. ബാക്കി ഈ വറവൊക്കെ വെറുതെ തന്നത്. അങ്ങനെയാണ് അവരവരുടെ സ്വന്തക്കാർ, കുടുംബക്കാർ വെറുതെ. എന്താ പറയുക, എൻ്റെ പാപ്പൻ്റെ ആൾക്കാരൊക്കെ പാലക്കാടാണ്, അമ്മാൻ്റെ ആൾക്കാരാണ് ഇവിടെ ഉള്ളതൊക്കെ. നാട്ടുകാർക്ക് കൊടുത്താലും പറയുന്നത്
30 കൊല്ലമായി ഞാൻ ഭർത്താവ് മരിച്ചിട്ട് ഇവിടെ വന്ന ഒരു മകനെയും കൊണ്ട് ചെറിയൊരു കുട്ടിനെയും കൊണ്ട് ഇരുന്ന് കഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ട് 30 കൊല്ലമായി. ഒരു ചേർന്ന തുണിക്ക് ഒരു ജാക്കറ്റ് തുണിക്കും ഉപകാരമില്ല. ഇപ്പോൾ നാട്ടുകാർക്ക് കൊടുത്തിട്ട് അവർ വാരിക്കൊണ്ട് പോകണം. ഉറുപ്പ്യക്ക് ഉപകാരം. 30 കൊല്ലമായി ഞാനൊരു കുട്ടിനെയും കൊണ്ട് ഇവിടെ ആൾക്കാർ തോൽനൂറ്റി അവിടുത്തെയാണ് അത്ര ആൾക്കാർ. ഞാൻ അറിയും കൂടിയില്ല. 2 തൂക്ക് വിറക് തരും പറഞ്ഞിട്ട് പോയപ്പോൾ 2 തൂക്ക് വിറകും തന്നു. അത്രയും വിറക് പൊടിയും പൊട്ടൊക്കെ കൊണ്ടുപോയി കൊള്ളിയും പറഞ്ഞ് ഒക്കെ വെറുതെ തന്നു. ഞാനൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെക്കുന്നത്. ഒരു പടി അടിച്ച 9 പടി തുറക്കും പറഞ്ഞ് വെറുതെ വരെ പഠിച്ചു വന്നെങ്കിൽ നമുക്കൊരു വഴി കാണിച്ചു തരും. അതുപോലെ ഇപ്പോൾ കാണിച്ചു തന്നു. പഠിച്ചോ കാണിച്ചു തരുന്ന വഴിയുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്ര വിറകൊക്കെ തരുമോ? അത്രയും കൂടെ വയറ് കത്തില്ല. അവരവരുടെ ആൾക്കാർക്ക് അത്രയും കൂടെ വയറ് കത്തില്ല. അതാണ് പറയുന്നത്. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒന്നുമില്ല. അവർ തന്നെ എൻ്റെ തലയിക്കോട്ടും കോപ്പും കണ്ടപ്പോൾ വയറ് കത്തിയിട്ട് ഇതൊക്കെ കൊണ്ടുപോയിക്കോളിന്ന് ചാക്കെടുത്തിട്ട് വരി ഇതൊക്കെ കൊണ്ടുപോയിക്കോളി അതുകൊണ്ട് ഞാൻ 4-5 ചാക്ക് നിറച്ചിട്ട് വന്നു. നമുക്ക് കുറച്ച് ദിവസം കത്തിക്കാലോ. അതിനമ്മ പറയുവേ വേനൽക്കാലത്ത് പെറുക്കി കത്തിക്കുക, മഴക്കാലത്ത് എടുത്ത് കത്തിക്കുക. അങ്ങനെയാണ് എൻ്റെ അമ്മ പറയും. അതുപോലെ വേനൽക്കാലത്ത് അന്നെങ്കിലൊക്കെ പെറുക്കി കത്തിക്കുക, മഴക്കാലത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കത്തിക്കുക. അങ്ങനെയാണ് ഒരു പഴഞ്ചൊല്ല്. വേനൽക്കാലത്ത് പെറുക്കി കത്തിക്കുക, മഴക്കാലത്ത് എടുത്ത് കത്തിക്കുക. ഉറപ്പേക്ക് അപ്പോൾ അനാദികൾക്ക് എവിടെ പോയാലും അനാദികൾക്കൊരു എന്താണ് ഒരു പഠിച്ചവൻ്റെ അത് ഇതുണ്ടാവും പറഞ്ഞു കേട്ടിട്ടില്ലേ? പച്ചക്കുട്ടി പറഞ്ഞ പച്ചക്കുട്ടി കൊക്കിൽ വയ്ക്കുന്ന ഒരു കുട്ടിനെയും കൊണ്ട് ഞാൻ ഭർത്താവ് മരിച്ചിട്ട് വന്നതാണ്. 30 കൊല്ലമായി. ഞാൻ എല്ലാ പണിക്കും പോയിട്ടുണ്ട്. ചൂളപ്പണിക്ക്, കെട്ടുപണിക്ക്, വാർപ്പിന്, നടയിലിന് പണിക്ക്, ഹോട്ടൽ പണിക്ക്, ഒരു ലാസ്റ്റ് ഹോട്ടൽ പണിക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ പണി ചെയ്തിട്ട് തന്നെ കഴിയും. പഠിച്ചോ പണി ചെയ്യാനുള്ള ആഫിയത്ത് തരട്ടെ. പണിക്ക് പോകാനും പണിക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ആരോഗ്യം എനിക്ക് അള്ളാ തരട്ടെ. അള്ളാനെ കൊണ്ട് തേടുക. ഒരാളിപ്പോൾ ഒരാൾ തന്നിട്ടൊന്നും നമ്മുടെ ദരിദ്രം മാറില്ല. നമ്മളെ റബ്ബ് വിചാരിക്കണം. നമ്മളെ പഠിപ്പിക്കുന്ന റബ്ബ് വിചാരിക്കണം. നമ്മളെ അങ്ങനെയൊക്കെ രീതിക്ക് ശിക്ഷിക്കണം. അങ്ങനെയൊക്കെ അല്ല ശിക്ഷിക്കുകയില്ല. അല്ല പരീക്ഷണങ്ങൾ തരും. ഇത്തിരി പരീക്ഷിച്ച് കൈവിടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പഠിച്ച റബ്ബ് എന്നെ കൈവിടുകയില്ല. പരീക്ഷണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഓരോരോ പരീക്ഷണങ്ങൾ തരും. എന്നാൽ റബ്ബ് കൈവിടില്ല, വിട്ടിട്ടില്ല. കത്തിക്കുന്നുണ്ടോ? ഓരോ മുറം വാരി അടുക്കളൻ്റെ അടുക്കൊണ്ട് വെച്ച് സുഖമായി ചോറ് വയ്ക്കുക, കൂട്ടാൻ വയ്ക്കുക ഒക്കെ ചെയ്യാതെ. എൻ്റെ സ്വന്തക്കാരല്ല, ബന്ധുക്കാരല്ല, ആരുമല്ല. എന്നെ കണ്ടപ്പോൾ ഒരു തലയെക്കെട്ടും കോപ്പും കണ്ടപ്പോൾ അവർക്ക് വയറ് കത്തി തന്നാണ് ഇതൊക്കെ, ഈ വറവ് പൊടിയൊക്കെ. എന്തിനാ സ്വന്തക്കാർ? വേണ്ട അങ്ങനെ വറവ് പൊടിൻ്റെ
ആക്കി വെച്ചിരിക്കണേണ്ടതാ.